ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BNB ടോക്സ്. നമ്മൾ നോക്കാൻ പോകുന്ന ലെജൻഡ് ഷെല്ലി എന്ന് പറയുന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡ്സ് ഒന്നും കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഹീറോയിൻ നോക്കുമ്പോൾ ഹീറോ അവളുടെ മുന്നിലിരുന്ന് അവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഹീറോയിൻ ആ ബുക്കൊക്കെ അടച്ചിട്ട് അവിടെ ഒന്ന് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ ഹീറോ അവളെ തടഞ്ഞു നിർത്തിയിട്ട്, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? എൻ്റെ ബുക്കിലൊക്കെ നീ എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്നും ചെയ്തില്ല, നിന്നോട് കള്ളം പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ വെറുതെ ഒന്ന് നോക്കിത്താണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ ഒന്ന് പോവുകയാണ്. ഹീറോ അവളെ തന്നെ ഒന്ന് നോക്കിയിട്ട് അതൊന്നും കാര്യമാക്കാതെ ഹീറോ അവിടെ ഒന്ന് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. പിറ്റേ ദിവസം ഹീറോ ആ ബുക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഹീറോയിൻ, ശരിക്കും ഇവൻ ആരായിരിക്കും? ഒരു ഡീമണാണോ അതോ ഒരു ഇമോട്ടലാണോ? ഇമോട്ടലാണെങ്കിൽ എന്തിനായിരിക്കും മോട്ടലായിട്ട് അഭിനയിക്കുന്നത്? ഇല്ല, ഇവൻ്റെ അടുത്ത് നിന്ന് ഒരു പവറും എനിക്ക് സെൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇവൻ സാധാരണ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെൻ്റ് ആയിരിക്കും. എന്തായാലും ഇവൻ വളരെയധികം മോശമായൊരു ജീവിതമാണ് ജീവിച്ച് തീർക്കുന്നത്. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഇവനെ നന്നായിട്ട് തന്നെ നോക്കണമെന്നും പറഞ്ഞ് ഹീറോയിൻ അകത്തേക്ക് പോവുകയാണ്. ഹീറോയും അവളെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള സമയം കാണിക്കുകയാണ്. അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഫുഡ് ഉണ്ടാക്കുകയും കളിച്ച് ചിരിച്ചൊക്കെ നടക്കുകയാണ്. അടുത്ത സീനിൽ ആ സിറ്റിയിലെ യങ് മാസ്റ്ററിനാണ് കാണിക്കുന്നത്. വന്ന് ഞാൻ ഈ സിറ്റിയിൽ ലോഡാവാൻ പോകാന്നുള്ള കാര്യം ആർക്കും ഓർമ്മയില്ല, അവർക്കൊന്നും ഒരു ഭയവുമില്ല. എന്തിനാ ഇമോട്ടൽ? അവനെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവൻ നിങ്ങളെ കാണാൻ വേണ്ടി വരും. അവൻ എന്നെ കാണാനൊന്നും വരില്ല, ഞാൻ തന്നെ അവനെ കാണാൻ പോകണമെന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുകയാണ്. അടുത്ത സീനിൽ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ കഷ്ടപ്പെട്ട് ഹീറോയ്ക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന മട്ടൺ പീസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അവനെ കൊണ്ട് കൈ എത്തുന്നില്ല. അവൻ ഹീറോയിനെ വിളിച്ചിട്ട്, നീ എന്നെ സഹായിക്കാമോ, ഇത് എടുക്കാൻ വേണ്ടി സഹായിക്കാമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ദേഷ്യത്തോടെ അവളുടെ പവർ ഉപയോഗിച്ച് ആ മട്ടൺ താഴേക്ക് ഇറക്കുകയാണ്. ആ ടേബിളിൽ കൊണ്ട് വെക്കുകയാണ്. ഇനി നിനക്കിത് കട്ട് ചെയ്ത് വേണമെന്ന് ചോദിച്ചു ഹീറോയിൻ അവളുടെ ശക്തി പിന്നെ ഉപയോഗിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി വന്ന് ആ മട്ടൺ പീസ് എല്ലാം സ്ലൈസ് ചെയ്യുകയാണ്. ഇത് കണ്ട ഹീറോ, നീ വളരെയധികം പവർഫുള്ളാണ്, നിന്നെ കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ഹീറോയിന് കുറച്ച് നേരം പുകഴ്ത്തി പറയുന്നുണ്ട്. നീ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഈ കിച്ചണും ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഹീറോയോട് ഒന്ന് പോവുകയാണ്. നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ നീ എന്നോട് ഓർഡർ ചെയ്യും, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ല, നീ എന്നോട് പറഞ്ഞിട്ടില്ലോ നീ ആരാണെന്ന്. ഹീറോയിൻ അതൊക്കെ കേട്ടിട്ട് ഒന്നും പറയാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അതേസമയം ഹീറോ, ഈ ഫുഡ് റെഡിയായി, നീ ഓടി വാന്നും പറഞ്ഞ് ഹീറോയിനെ അവിടേക്ക് വിളിക്കുകയാണ്. ഇപ്പം നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് ഹീറോയിൻ അവരുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് അവർ രണ്ടുപേരും സ്റ്റക്കായി നിൽക്കുകയാണ്. അവർ രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് നോക്കിയാൽ ഹീറോയുടെ കൈ ഹീറോയിൻ്റെ മുട്ടാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് മുട്ടിയിരിക്കുകയാണ്. ഇത് കണ്ട് അവൻ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണ്. ഹീറോയുടെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെ തല്ലുമെന്നും പറഞ്ഞ് ഹീറോ പുറയിലേക്ക് മാറുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ, ഈ ബാക്കിയുള്ളതൊക്കെ നീ നോക്കിക്കോളാൻ പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഹീറോയിൻ പുറത്തേക്ക് വന്നിട്ട്, ഒരു മോട്ടലിനെ കണ്ടിട്ട് ഞാൻ എന്തിനാണ് നാണിച്ചത്, എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് അവൾ ചിന്തിക്കുകയാണ്. അത് ഹീറോയിന് വേണ്ടി വ്യത്യസ്തമായ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഹീറോയിനെ വന്ന് വിളിക്കുകയാണ്. ഏയ് ഫിനിക്സ്, നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് ഫിനിക്സ് എന്നല്ല, ഷെല്ലി എന്ന് വിളിക്കുമ്പോൾ ഹീറോയിൻ ഒരു സെക്കൻഡ് ഒന്ന് സ്റ്റക്ക് ആവുകയാണ്. കാരണം ഇത്രയും നാൾ അവളെ എല്ലാവരും ലോഡെന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോഴാണ് അവളുടെ പേര് ഒരാൾ വിളിക്കുന്നത്. ഹീറോയിൻ്റെ പേര് വിളിച്ചതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഫീല് തോന്നുകയാണ്. ഹീറോയിൻ വളരെയധികം സന്തോഷത്തോടെ ഹീറോ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതുവരെ ആരും എന്നെ ഇങ്ങനെ വിളിച്ചിട്ടില്ല. ഹീറോയും ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഹീറോയിൻ അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡൊക്കെ എടുത്ത് കഴിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും നീ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാണ്, നീ മറ്റൊന്നും ചിന്തിക്കാതെ എൻ്റെ കീഴിൽ കുക്കായിട്ട് വർക്ക് ചെയ്തോ. ഹീറോയിൻ ഒന്ന് ചിരിച്ചിട്ട്, ഉറപ്പായിട്ടും നമ്മളെ കാണാൻ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് റെഡിയാവ്. ഹീറോയിൻ്റെ ശക്തിയൊക്കെ തിരിച്ചു കിട്ടിയതുകൊണ്ട് തന്നെ അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ല് സ്വർണ്ണമാക്കി ഹീറോയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതുകൊണ്ട് ഞാൻ കടയിൽ ചെന്നാൽ അവരെന്നെ സംശയിച്ച് അവരെന്നെ അറസ്റ്റ് ചെയ്യും, നിൻ്റെ ഐഡിയയും ഇത് തന്നെയല്ലേ, ഇതൊന്നും എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഹീറോ അതെടുത്ത് കളയുകയാണ്. ഹീറോയിൻ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോവുകയാണ്. അവൻ പറഞ്ഞതുപോലെ തന്നെ ആ ഗസ്റ്റും അവിടേക്ക് വരികയാണ്. ഗസ്റ്റ് ആരാണെന്ന് നോക്കിയാൽ ആ യങ് മാസ്റ്ററാണ്. ആ യങ് മാസ്റ്റർ അവൻ്റെ ആളുകളോടെല്ലാം പുറത്തു പോകാൻ വേണ്ടി പറയുകയാണ്. നിങ്ങളടുത്ത് ഡിവൈൻ പവർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു, മറ്റൊന്നും ചിന്തിക്കാതെ നിങ്ങൾ എൻ്റെ കീഴിൽ ജോലി ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തരാം, നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഞാൻ തരാം. പറ്റില്ലെന്ന് പറയുകയാണെങ്കിൽ ഈ സ്ഥലം മുഴുവൻ ഞാൻ നശിപ്പിക്കും. ഹീറോ അതൊക്കെ കേട്ടിട്ട് ഒന്നും അറിയാത്തതുപോലെ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഈ സിറ്റിയിലെ യങ് മാസ്റ്ററാണ്, ഉടനെ തന്നെ ഞാൻ ഇവിടുത്തെ ലോഡായി മാറും. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ എപ്പോൾ ലോഡാകുമെന്ന് അറിയാൻ വേണ്ടിയാണല്ലേ? അവനും അത് കേട്ടിട്ട് ആശ്ചര്യത്തോടെ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നെ കൊണ്ടത് പറയാൻ സാധിക്കില്ല, പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ഈ സ്ഥലം നശിപ്പിക്കുന്നല്ലേ പറഞ്ഞത്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തോ, എന്തായാലും ഞാനത് പറയാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ യങ് മാസ്റ്ററിന് ദേഷ്യം വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചായ എടുത്ത് അവൻ്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ ഗാർഡ്സും അവിടേക്ക് ഓടി വരികയാണ്. വേണ്ടെന്ന് വെച്ചപ്പോൾ, നീ എന്നെ എതിർക്കാൻ ശ്രമിക്കുന്നു, നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. അവിടെ ഉണ്ടായിരുന്ന ഒരു പോട്ട് എടുത്ത് ഹീറോയെ പിന്നെയും ആക്രമിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. പെട്ടെന്ന് അകത്തുനിന്ന് ഒരു വടി വന്ന് അയാളെ അടിക്കുകയാണ്. അയാളെ മാത്രമല്ല അയാളെ ഗാർഡ്സിനെ ഫുൾ അടിക്കുകയാണ്. ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടില്ല. ഹീറോയിനാവുന്നു ശ്രദ്ധിക്കാതെ അവനെയും അവൻ്റെ ആളുകളെ അടിച്ചോടിക്കുകയാണ്. ഇനി ഇവിടേക്ക് വന്നാൽ നിങ്ങളെ ഞാൻ കൊന്നുകളയുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ഹീറോയിൻ അവരെ പറഞ്ഞയക്കുന്നത്. ഹീറോയിൻ നേരെ ഹീറോ അടുത്തേക്ക് ചെല്ലുകയാണ്. അവൻ എന്ത് പറ്റിയെന്ന് നോക്കുകയാണ്. ഹീറോയ്ക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് കണ്ട ഹീറോയിൻ, നിനക്ക് എന്നോട് വഴക്കിടാനൊക്കെ അറിയാമല്ലോ, അവർ ഇത്രയും അടി അടിച്ചിട്ട് നീ എന്തോന്ന് തിരിച്ചടിക്കാഞ്ഞത്, എന്ത് ചെയ്യാനാണ്, ഞാൻ സാധാരണ ഒരു മോഡലല്ലേ, ഇപ്പോൾ ഞാൻ വളരെയധികം വീക്കാണ്. ഇത് കണ്ട ഹീറോയിനും വിഷമമാകുന്നുണ്ട്. ഹീറോ, എനിക്ക് മെഡിസിനൊക്കെ ഉണ്ടാക്കണം, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഞാൻ നിൻ്റെ കയ്യിലെ കെട്ട് മാറ്റി തരാമെന്നും പറഞ്ഞ് ഹീറോയിൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഹീറോ അവളെ അതിന് സമ്മതിക്കുന്നില്ല. ഇത് കണ്ട ഹീറോയിന് ചെറിയൊരു സംശയം തോന്നിക്കുകയാണ്. അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ കൈ മാറ്റുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ ഹീറോ ഉള്ള സത്യം പറയുകയാണ്. അവൻ്റെ കൈക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഹീറോയിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി അവൻ വെറുതെ അഭിനയിച്ചതാണ്. ഇത് കേട്ട ഹീറോയിൻ അവനെ ഒന്നും ദേഷ്യത്തോടെ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അവനോട് ഒരുപാട് ദേഷ്യപ്പെടാൻ സാധിക്കുന്നില്ല. അവൾ സമാധാനം
സമാധാനത്തോടെ അവൻ്റെ അടുത്തിരിക്കുകയാണ്. അങ്ങനെ രാത്രിയാകുകയാണ്. ഹീറോ അവന് വേണ്ടിയുള്ള മെഡിസിനൊക്കെ ഉണ്ടാക്കുകയാണ്. ഇത് കണ്ട ഹീറോയിൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഹീറോയിൻ അവനെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. ഹീറോയ്ക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഹീറോയിൻ അവനെ പിടിച്ച് മാറ്റിയിട്ട് അവൾ അവിടെ ഇരുന്ന് മരുന്നുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നിനക്ക് അവർ പറഞ്ഞത് കേട്ടാൽ പോരായിരുന്നു, അവർ വളരെയധികം ശക്തിശാലികളാണ്, നീ എന്തിനാണ് അവരെ എതിർത്തത്, നിന്നെ കണ്ടിട്ടാണെന്ന് പറഞ്ഞ് ഹീറോയിനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. അത് കണ്ട ഹീറോയിനും ആശ്ചര്യം തോന്നിക്കുകയാണ്. കാരണം അവളോട് ഇത്ര ക്യാഷ്വലായിട്ട് ആരും സംസാരിച്ചിട്ടില്ല. ഹീറോയിൻ അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹീറോ അവൻ ഉണ്ടാക്കുന്ന മെഡിസിൻ നല്ല ചൂടായതുകൊണ്ട് തന്നെ അതെടുക്കാൻ ഒരു തുണി ചോദിക്കുകയാണ്. എന്നാൽ ഹീറോയിൻ എന്ത് ചിന്തിച്ചിട്ടാണെന്ന് അറിയില്ല. അവൾ നേരെ വന്നിട്ട് ആ ചൂടുള്ള ബൗളെടുത്ത് അവൻ ആ മരുന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട ഹീറോ, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, നീ ഇത്ര ടഫാണെന്ന് കാണിക്കാൻ നീ ഓരോന്നൊക്കെ ചെയ്ത് വെച്ച് നിന്റെ കൈ കണ്ടില്ല ഇപ്പോൾ ഇങ്ങനെ ആയത്. ഹീറോ അവളുടെ കൈ നോക്കുമ്പോൾ അവളുടെ കൈ നല്ല രീതിയിൽ തന്നെ ചുമന്നിട്ടുണ്ട്. നീ എന്തിനാ ഇങ്ങനെ കാണിച്ചത്, എനിക്ക് ആ മെഡിസിൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ ഇരുത്തുകയാണ്. ഹീറോ എത്ര കെയർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഹീറോയിൻ അവനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. അടുത്ത സീനിൽ ഹീറോ അവളുടെ കയ്യിൽ മരുന്നൊക്കെ പുരട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹീറോയിൻ, നീ ഒരു ഇമോർട്ടലിൻ്റെ സ്റ്റുഡൻ്റ് ആണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ എന്നോട് ദേഷ്യപ്പെട്ടില്ലേ, എന്നാൽ ഇതാ യങ് മാസ്റ്റർ ചോദിച്ചപ്പോൾ നീ അവനെ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടില്ലല്ലോ, എൻ്റെ ധൈര്യവും ദേഷ്യവും ഒക്കെ എൻ്റെ അടുത്ത് മാത്രമുള്ളല്ലേ എന്ന് ചോദിച്ച് ഹീറോയിൻ അവനെ കളിയാക്കുകയാണ്. നിന്നോട് പെരുമാറുന്ന പോലെ അവൻ്റെ അടുത്ത് പെരുമാറാൻ സാധിക്കും, അവന് വേറെ വഴിയാണെന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം, എപ്പോഴും ഒരു അപകടം വരുമ്പോൾ നിന്റെ സഹായം തേടാൻ സാധിക്കുമോ, അതിനൊക്കെ വേറൊരാളുണ്ടെന്ന് പറയുമ്പോൾ ഹീറോയിൻ അത് ആരാണെന്ന് ചോദിക്കുകയാണ്. അതിപ്പോൾ പറയാറായിട്ടില്ല, അത് സസ്പെൻസ് ആണെന്നും പറഞ്ഞ് ഹീറോ അവിടെ ഇരിക്കുകയാണ്. ഇത് കണ്ട ഹീറോയിൻ, എങ്കിൽ നീ ഒന്നും പറയണമെന്ന് പറഞ്ഞ് ഹീറോയിൻ ദേഷ്യപ്പെട്ട് അവിടെ ഒന്ന് പോവുകയാണ്. അതേസമയം ഹീറോ അവളെ വിളിച്ചിട്ട് നാളെ ഞാൻ പുറത്ത് പോകുന്നുണ്ടോ, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഹീറോയിൻ ആദ്യം വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തോ ആലോചിച്ചിട്ട് നീ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ പറഞ്ഞോ. ഹീറോ അത് കേട്ടിട്ട് നീ എന്തായാലും വരാമെന്ന് സമ്മതിച്ചില്ലെന്ന് ചോദിച്ചാൽ അവളെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. അടുത്ത സീനിൽ ആ സിറ്റിയുടെ സെക്കൻഡ് യങ് മാസ്റ്ററാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് ഒരു പെൺകുട്ടിയും കിടപ്പുണ്ട്. അവൾ കോമയിലാണെന്ന് തോന്നുന്നു. അവളെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതേസമയം അദ്ദേഹത്തിൻ്റെ ഒരു ഗാർഡ് വന്നിട്ട് ഫസ്റ്റ് യങ് മാസ്റ്റർ ഒരു ഫ്യൂച്ചർ ടെല്ലറിൻ്റെ അടുത്തേക്ക് ചെന്നു, എന്നാൽ അദ്ദേഹത്തിൻ്റെ ആളുകളെല്ലാം അവൻ തല്ലി ഓടിച്ചു എന്ന് പറയുകയാണ്. ഇതൊന്നും കേട്ടിട്ട് അവന് വലിയ കുലുക്കമൊന്നുമില്ല. അങ്ങനെ അടുത്ത ദിവസമാകുകയാണ്. ഹീറോയിനും കൂടെ സെക്കൻഡ് യങ് മാസ്റ്ററെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അടുത്ത ലോഡാവാൻ പോകുന്നത് ആരാണെന്ന് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാൽ കൂടുതൽ ചാൻസ് ഉള്ളത് ഈ സെക്കൻഡ് യങ് മാസ്റ്ററിനാണ്. കാരണം കൂടുതൽ ഓഫീസേഴ്സിൻ്റെ സപ്പോർട്ടുള്ളത് ഇദ്ദേഹത്തിനാണ്. അത് മാത്രമല്ല അദ്ദേഹം വളരെയധികം ബുദ്ധിശാലിയാണ്. നമുക്ക് ഫസ്റ്റ് യങ് മാസ്റ്ററിനിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെങ്കിൽ ഇദ്ദേഹം സഹായിച്ചാൽ മാത്രമേ അത് സാധിക്കൂ. അതേസമയം ആ സെക്കൻഡ് യങ് മാസ്റ്റർ അവിടേക്ക് വരികയാണ്. ഹീറോയെ പരിചയപ്പെടുത്തിക്കുകയാണ്. ഫ്യൂച്ചർ ടെല്ലർ എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. അത് കേട്ട സെക്കൻഡ് യങ് മാസ്റ്റർ, എനിക്ക് നിങ്ങളെപ്പോലുള്ളവരെ കാണുന്നത് പോലും ഇഷ്ടമല്ല, നിങ്ങൾ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ വെച്ചാണ് കളിക്കുന്നത്. അത് കേട്ട ഹീറോ, നിങ്ങൾ എന്നെ ഫ്യൂച്ചർ ടെല്ലറായിട്ട് കാണണ്ട, ഞാൻ നിങ്ങളുടെ ഒരു അഡ്വൈസറായിട്ടാണ് വന്നിരിക്കുന്നത്, ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ആ സെക്കൻഡ് യങ് മാസ്റ്റർ പുറത്തേക്ക് വരികയാണ്. ഹീറോ അയാളെ കണ്ടിട്ടൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. അവൻ്റെ കഴുത്തിലായിട്ട് എന്തോ ഒരു മാർക്കുണ്ട്. ആ സെക്കൻഡ് യങ് മാസ്റ്റർ അവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. പെട്ടെന്ന് ഹീറോയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഇപ്പോൾ പോയ സെക്കൻഡ് യങ് മാസ്റ്റർ വെള്ള മുടിയൊക്കെ ആയിട്ട് ഹീറോയുടെ മുന്നിലായി വന്ന് നിൽക്കുന്നതായി കാണിക്കുകയാണ്. ഇത് ഹീറോ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന്, നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണം. ഹീറോ ഒന്നുമില്ല, എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ ഓർത്താണെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അകത്തേക്ക് ചെല്ലുകയാണ്. എൻ്റെ പ്ലാനിനെ കുറിച്ച് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം, നിനക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുമെന്ന് ഹീറോയിനോട് ചോദിക്കുമ്പോൾ ഈ മോട്ടലിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് ഇടപെടണ്ടല്ലോ, അതുകൊണ്ട് ഞാനിവിടെ നിന്നോളാമെന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ യോഗി എന്ന് പറയുന്ന പുതിയൊരു ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. അവൾ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ വളരെയധികം ജോളിയായിട്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹീറോയിൻ പുറത്ത് നിൽക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് അവൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒപ്പം പുറകിലായിട്ട് ഒരു ലോട്ടസ് പ്ലാന്റ് ഉണ്ട്. അത് അവളുടെ അടുത്തേക്ക് വരികയാണ്. ഹീറോയിൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പുറകിലായി ഒന്നും കാണുന്നില്ല. എന്നാൽ അവൾക്ക് ആ പ്ലാന്റിൽ ചെറിയൊരു സംശയം തോന്നിയിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഹീറോയിൻ അത് തൊടാൻ ശ്രമിക്കുമ്പോഴേക്കും ആ സിയോഗി എന്ന് പറയുന്ന അവളും അവിടേക്ക് വരികയാണ്. എൻ്റെ ലോട്ടസ് പ്ലാന്റിൽ തുടരുതെന്നും പറഞ്ഞ് അവൾ അലറിക്കൊണ്ട് ഹീറോയിൻ്റെ അടുത്തേക്ക് വിട്ടുമ്പോൾ അവൾ കാല് തിന്നി വെള്ളത്തിലേക്ക് വീഴാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് ഹീറോയിൻ മിന്നൽ വേഗത്തിൽ അവളെ പോയി രക്ഷിക്കുകയാണ്. എന്നാൽ ഹീറോയിൻ പിടിച്ചത് അവളുടെ ബെൽറ്റിലായി പോയി. അവളുടെ ബെൽറ്റ് അഴിഞ്ഞു പോവുകയാണ്. അവളുടെ പാൻറ് ഊരി പോയതുകൊണ്ട് തന്നെ അവൾ പകുതി ഡ്രസ്സിൽ അവിടെ നിൽക്കുകയാണ്. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സൊക്കെ സിയോഗിയെ ബുള്ളി ചെയ്യുന്നതെന്നും പറഞ്ഞ് ഹീറോയിനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ഇത് കണ്ട ഹീറോയിൻ അവളെ മറഞ്ഞു നിൽക്കുകയാണ്. അതേസമയം പുറത്തെ ബഹളമൊക്കെ കേട്ട് ഹീറോയും ആ സെക്കൻഡ് യങ് മാസ്റ്ററും കൂടെ അവിടേക്ക് വരികയാണ്. ഹീറോയിൻ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് കണ്ട സെക്കൻഡ് യങ് മാസ്റ്റർ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അവളെയും എടുത്തുകൊണ്ട് അവിടെ ഒന്ന് പോവുകയാണ്. ഇത് കണ്ട ഹീറോയിനും അവിടെ ഒന്ന് പോവുകയാണ്. നിന്നെക്കൊണ്ട് കുറച്ച് നേരം പോലും ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ലല്ലേ, നിന്നെക്കൊണ്ട് വലിയ കഷ്ടമാണല്ലോ എന്നൊക്കെ ഹീറോ പറയുമ്പോൾ ആ സെക്കൻഡ് യങ് മാസ്റ്റർ എന്തിനായിരിക്കും ഒരു ഡീമൺ സ്പിരിറ്റിനെ അദ്ദേഹം സംരക്ഷിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല, അദ്ദേഹം എനിക്ക് തന്ന ഗിഫ്റ്റ് കണ്ടോ എന്നും പറഞ്ഞ് ഹീറോയിനെ ആ ഗിഫ്റ്റൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. നീ പേടിക്കണ്ട, ഇത് വെച്ച് ഞാൻ നിനക്ക് കുറേ മട്ടൺ പീസ് മേടിച്ചു തരാമെന്നും പറഞ്ഞ് ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവിടെ ഒന്ന് പോവുകയാണ്. ഹീറോയിൻ കുറച്ച് നേരം അവനെ ഇങ്ങനെ നോക്കി എന്നിട്ട്, ഇവൻ ഇങ്ങനെ ഇത്രയും സ്നേഹം എന്നോട് കാണിച്ചാൽ ഇവനെ വിട്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് ഹീറോയിനെ ആലോചിച്ച് വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് ഹീറോയുടെ കൂടെ പോവുകയാണ്. അടുത്ത സീനിൽ ആ സെക്കൻഡ് യങ് മാസ്റ്റർ പിന്നെയും ആ പെൺകുട്ടിയുടെ അടുത്ത് ഇരിക്കുന്നതായി കാണിക്കുകയാണ്. ഇവളുടെ പേര് ഈസി, ഈ സെക്കൻഡ് യങ് മാസ്റ്ററിൻ്റെ വൈഫാണ്. തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നും പറഞ്ഞ് അദ്ദേഹം അവിടെ ഒന്ന് പോവുകയാണ്. അതേസമയം സിയോഗി പുറത്ത് വന്ന് കാത്തിരിക്കുകയാണ്. അദ്ദേഹം സീക്രട്ട് റൂമൊക്കെ ക്ലോസ് ചെയ്ത് അവളെ അകത്തേക്ക് വിളിക്കുകയാണ്.
അവൾ അകത്തേക്ക് വന്നിട്ട് സെക്കൻഡ് യങ് മാസ്റ്ററിൻ്റെ അടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ജോലി ഇതുവരെ തീർന്നില്ല, ഞാൻ നിങ്ങളെ ശല്യം ചെയ്യില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാമെന്നും പറഞ്ഞ് അവനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അവൻ്റെ അടുത്തിരുന്ന് അവന് വിശറിയൊക്കെ എടുത്ത് വീശി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയില്ല. അതേസമയം ആ യങ് മാസ്റ്റർ മറ്റൊരു ഫോർസ് എന്ന് പറയുന്ന ഒരാളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ഒരു യങ് മാസ്റ്റർ ആണെന്ന് പോലും നോക്കാതെ അവരെന്നെ വളരെയധികം ഉപദ്രവിച്ചു. അവരെന്തോ ബ്ലാക്ക് മാജിക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ വന്ന് പറയുകയാണ്. അത് ബ്ലാക്ക് മാജിക് ഒന്നും ആയിരിക്കില്ല, സാധാരണ സ്പെല്ലായിരിക്കും, എന്തായാലും നമുക്ക് നോക്കാമെന്ന് അയാളും പറയുകയാണ്. അടുത്ത സീനിൽ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയുടെ സ്ഥലമൊക്കെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവൻ സെക്കൻഡ് യങ് മാസ്റ്ററുമായിട്ട് ബന്ധമുണ്ടാക്കി ഇവൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും. എന്നാൽ ഇനി ഇവിടെ നിന്നാൽ എനിക്കാണ് പ്രശ്നം. ആ ഡീമൺ റിലത്തിലുള്ളവർ എന്നെ കണ്ടുപിടിച്ച് ഇവിടേക്ക് വന്നാൽ വലിയ പ്രശ്നം ഉണ്ടാവും. അതിന് മുമ്പ് ഇവിടെ നിന്ന് പോകണമെന്നും പറഞ്ഞ് ഹീറോയെ കാണാൻ വേണ്ടി വരികയാണ്. എന്നാൽ ഹീറോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെയുള്ള ഫോർമേഷൻ്റെ പവർ ഞാൻ വർദ്ധിപ്പിച്ചു, നൈറ്റിൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, സമാധാനമായിട്ട് ഉറങ്ങാമെന്ന് പറയുകയാണ്. ഇത് കേട്ട ഹീറോയിൻ ഇവൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിച്ച് ഹീറോയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഹീറോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹീറോയിൻ അവനോടുള്ള ഇഷ്ടം കൂടി വരികയാണ്. എന്തായാലും ഹീറോയിൻ അവനെ വിട്ട് പോയില്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടു തന്നെ അറിയാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.